ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ വളരെ പ്രശസ്തനായിരുന്ന ഒരു ദൈവദാസൻ പറഞ്ഞ പരസ്യയോഗങ്ങളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഒരു വിധത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു പരാമർശമാണ് ഇങ്ങനൊരു സന്ദേശത്തിന് ഇടയായത്. ആത്മീയ ഗോളത്തിൽ കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങളുടെ ബോധ്യങ്ങളെ വിളിച്ചു പറയുന്ന അനേകരുണ്ട്. അവരിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാത്ത ഒരു മാനസാന്തരമില്ലാത്ത അനുഭവമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അത് ഏത് നിലയിലേക്ക് താൻ ഉയർന്നുവോ അതനുസരിച്ച് അതിന് ഡിഗ്രി കൂടിക്കൊണ്ടിരിക്കുന്നതാ കാണുന്നത്. ഒരുപക്ഷെ തങ്ങൾ നടന്നു വന്ന വഴിയോ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട വിധങ്ങളെയോ അതിനുവേണ്ടി വില കൊടുത്ത അനുഭവങ്ങളെയൊക്കെ മറന്നുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയുന്ന ഒരു സീഡോ മെച്യൂരിറ്റി ലെവലിലേക്ക് അവർ ഉയരുന്നതായി ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ അവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്നാണ് ഒരു പരസ്യയോഗങ്ങളിൽ പ്രസംഗിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ലഘുലേഖ വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലും തെരുവിലും തെരുക്കോണുകളിലും ദൈവം അയച്ചിടത്തൊക്കെയും വിശേഷം അറിയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, തെറ്റ് ചെയ്യാത്ത തെറ്റ് സംഭവിക്കാത്ത ആരുമില്ല. പക്ഷെ തെറ്റിനെ തെറ്റാണെന്ന് സമ്മതിക്കുന്നതാണ് ക്രിസ്ത്യാനിത്വത്തിൽ ശരി എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന് 19-20 വാക്യങ്ങളിലും മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവൻ എന്നാണ് കർത്താവായ യേശു കൽപ്പിച്ചത്. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവ് പറഞ്ഞ കൽപ്പനയെ ലളിതവൽക്കരിച്ചുകൊണ്ടും അതിൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ വിമർശിച്ചുകൊണ്ടും നടത്തുന്ന ഇത്തരം ചില പരാമർശങ്ങൾ നമ്മെ വളരെയധികം വേദനിപ്പിക്കും. ഒരു സുവിശേഷ പ്രസംഗകന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മ ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ, പ്രാഥമികമായി പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. അത് ഓർഡറും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജെറൂസലേമിലും സമറിയായിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. പരിശുദ്ധാത്മ ശക്തി ലഭിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരമപ്രധാനമായിരിക്കുന്ന അതിൻ്റെ തെളിവെന്ന് പറയുന്നത് ലജ്ജ കൂടാതെ കർത്താവിൻ്റെ സാക്ഷിയായിരിക്കുക എന്നുള്ളതാണ്. ആ സാക്ഷിയായി
താൻ എവിടെ പോയാലും ദൈവിക സംരക്ഷണം ആ വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന കർത്താവിന്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് അനാവശ്യമായാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ആരെങ്കിലും സുഖസൗകര്യത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു ഭക്തനത് അംഗീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. മാത്രമല്ല, പഴയ നിയമത്തിലെ യെശയ്യാ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കും. ഇവിടെ ഒരു ദൈവികമായ സോവറിനിറ്റിയെക്കുറിച്ചും പരമാധികാരത്തെക്കുറിച്ചും വചനത്തിന്റെ ശക്തിയെക്കുറിച്ചും ആ സുവിശേഷത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെക്കുറിച്ചും എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പരസ്യയോഗങ്ങളിലും തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നവര് തങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗം, ദൈവത്തിന്റെ വചനം, തൻ്റെ സാക്ഷ്യം അത് നിശ്ചയമായും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നതിൻ്റെ കാരണം അത് ആരുടെയെങ്കിലും എക്സ്പീരിയൻസിന്റെ പുറത്തല്ല, മറിച്ച് ദൈവത്തിന്റെ വാക്കുകളുടെ ബലത്തിലാണ്. ഇനി എവിടെയൊക്കെ വിശേഷം അറിയിക്കും? AC ഹാളിൽ മാത്രമാണോ? തങ്ങളുണ്ടാക്കിയ ചർച്ച ഹാളിൽ മാത്രമാണോ എന്നൊരു ചോദ്യമുണ്ട്. സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ സഭാ ഹാളിൽ ജനം കടന്നു വരും, രക്ഷിക്കപ്പെട്ടവർ കടന്നു വരും, ഒരു ദശാംശം തരും, വലിയ സുഖപ്രദമായ പ്രസംഗങ്ങളൊക്കെ അവിടെ കേൾക്കാൻ പറ്റും. എന്നാൽ അതുപോലെയല്ല പരസ്യയോഗങ്ങളിലും തെരുവോരത്തും ഭവനങ്ങളിലൊക്കെ ചെന്ന് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്. എനിക്കറിയാം, ഉത്തർപ്രദേശിലെ 1000-ഓളം ഗ്രാമങ്ങളിലും ഞങ്ങളുടെ നാടായിരിക്കുന്ന ചാലക്കുടിയുടെ ചുറ്റുഭാഗത്തും തൃശ്ശൂർ ജില്ലയുടെ അനേക ഭാഗങ്ങളിൽ ദൈവം അനുവദിച്ച മിക്കവാറും അനേക സ്ഥലങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷിയായി ഞാൻ നിന്നിട്ടുണ്ട്. സഭയിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ ശക്തിയോടെയും ബലത്തോടെയും മനസ്സലിവോടും താല്പര്യത്തോടും കൂടെ ഞാൻ വ്യക്തിപരമായി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. കവലകളിൽ വളരെ അല്പമായ പബ്ലിക്കിനോട് സംസാരിച്ചിട്ടുമുണ്ട്. അവിടെയൊന്നും ആൾക്കാരുടെ ജനത്തിന്റെ എണ്ണം നോക്കി പ്രസംഗിച്ചതല്ല. കർത്താവ് പറഞ്ഞു, 2-3 പേർ തൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യേ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞത്. ആ സാന്നിധ്യത്തിന്റെ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് പറഞ്ഞ കൽപ്പനകളെ ലഘൂകരിക്കാൻ സാധിക്കില്ല. പണ്ടൊരിക്കൽ ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ തിരുവല്ലയ്ക്കടുത്തൊരു സ്ഥലത്ത് എന്നെ ക്ഷണിക്കുവാനിടയിൽ ഞാൻ സ്ഥാനപ്പെട്ടിട്ടില്ല. അവിടെ ഞങ്ങളൊരു 5 പേർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തതാണ്. ഒരു വീട്ടിൽ അന്ന് പ്രസംഗിക്കാൻ വന്ന ഒരു ദൈവദാസൻ ഒന്ന് വളരെ ശബ്ദത്തിലും വളരെ പ്രാഗൽഭ്യത്തിലും ദൈവവചനം പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തിന് വട്ടാണോ? ഞങ്ങൾ 5 ആളല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഇത്രയും ഒച്ചയിൽ പറയുന്നത്, എന്തിനാണ് ഇത്ര ശക്തിയോടെ പറയുന്നത് എന്ന് ഹൃദയത്തിൽ സംശയം ഉദിച്ചപ്പോൾ തന്നെ അടുത്ത വാക്യം അദ്ദേഹം പറയുക, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, 1000 പേരോട് പ്രസംഗിക്കുന്ന പോലെയാണല്ലോ ഈ ദേവദാസൻ പ്രസംഗിക്കുന്നത്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ 5 പേരാണോ എന്നൊന്നല്ല എൻ്റെ വിഷയം. എന്നെ അഭിഷേകം ചെയ്ത എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഓർത്തിട്ടാണ് ആ പ്രാഗൽഭ്യത്തോടെ ഞാൻ പ്രസംഗിക്കുന്നത്
എന്ന് പറയുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെ നമുക്ക് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ സുവിശേഷം അറിയിക്കാൻ നമുക്ക് പോകാം, അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ദൈവവചനമായ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മർക്കൂസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഗെൻസറ ദേശത്ത് നിന്ന് പിശാച് ബാധിതൻ താൻ കർത്താവിന്റെ സന്ദർശനത്താൽ സൗഖ്യമായപ്പോൾ കർത്താവിന്റെ കൂടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, വേണ്ട, നീ വീട്ടിൽ ചെന്ന് നിനക്കുള്ളവരോടൊക്കെയും ചെന്ന് നിനക്ക് കർത്താവ് ചെയ്തത് എന്തെന്ന് സാക്ഷ്യം പറയുവാൻ പറഞ്ഞു. അവൻ ദെക്കോപ്പലി പട്ടണത്തിൽ 10 പട്ടണങ്ങളിൽ സുവിശേഷ പ്രസംഗം നടത്തിയ ഒരു വ്യക്തിയായി എന്ന് നമുക്ക് ബൈബിളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പലപ്പോഴും പരസ്യങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്ന പലരും പറയുന്നത്, ഞങ്ങൾ ഒരു വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു, മദ്യത്തിനടിമയായിരുന്നു, ദൈവമില്ലാത്ത വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞു, ദുശ്ശീലങ്ങളിൽ നിന്ന് മാറുവാനിടയായി, മദ്യവും മയക്കുമരുന്നും അതിൽ നിന്ന് മാറുവാനായിട്ടിടയായി, അപമാനിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് മാനിക്കപ്പെടുവാനിടയായി. അതിൻ്റെ കാരണം യേശു ക്രിസ്തുവാണ്. ഒരിക്കൽ ഞാൻ കൊരട്ടിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരാളിങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നത്? പള്ളി ചെന്ന് പ്രസംഗിച്ചുകൂടെ? അത് തന്നെയാണ് ഇപ്പോൾ ഒരർത്ഥത്തിൽ ആ ദേവദാസൻ തൻ്റെ അഭിമുഖത്തിലൂടെ പറയാൻ ശ്രമിച്ചത്. ഞാൻ അതിനൊരു മറുപടി പ്രസംഗത്തിൽ തന്നെ പറയുവാനിടയിൽ, പള്ളിയിലും അരമനയിലും ഒക്കെയും പ്രസംഗിക്കണം, ശരി തന്നെ. പക്ഷേ ഞങ്ങളുടെ കർത്താവ് തെരുവിലും തെരുക്കോണുകളിലും വഞ്ചിയിലും മലയിലും ഒക്കെ പ്രസംഗിച്ചവനാണ്, പ്രസംഗിക്കാൻ ഞങ്ങളെ ഉപദേശിച്ചവനാണ്. കാരണം ഇന്ന് പള്ളിയിൽ നമുക്ക് കാണാത്തതായ പാപികളെ നമുക്ക് തെരുവിൽ കാണാൻ പറ്റും. ആരും സ്നേഹിക്കാനില്ലാത്ത, ആരും പരിഗണിക്കാനില്ലാത്ത, അവഗണിക്കുന്ന അനേകരെയും തെരുവിൽ അലഞ്ഞു തിരിഞ്ഞതായി കാണാൻ പറ്റും. ആ അലഞ്ഞു തിരിയുന്നവർക്കും ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ബൈബിൾ പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, വിശേഷം പ്രസംഗിക്കുന്നവന്റെ കാലുകൾ എത്ര മനോഹരം എന്നാണ് പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണിയിൽ നിന്ന് റോമാലേഖനത്തിൽ വിശുദ്ധനായ പൗലോസ് ഓർമ്മിപ്പിച്ചുണർത്തുന്നത്. അതുകൊണ്ട് പൗലോസിനോട് ചേർന്ന് എനിക്ക് പറയാം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം അറിയിക്കുന്നവന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് ലജ്ജ എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട കാര്യമാണ് ധൈര്യം എന്ന് പറയുന്നത്. ഇന്ന് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഇന്ന് പള്ളികളുടെ വലിപ്പം വർദ്ധിക്കുമ്പോൾ, പണം വർദ്ധിക്കുമ്പോൾ, സംരക്ഷണത്തിലേക്കും സുഖസൗകര്യത്തിലേക്കും പൂപ്പൂത്തി വീഴുന്ന അനേക ആത്മീയ നേതാക്കളുണ്ട്. പണത്തിനും സ്ഥാനമാനങ്ങൾക്കും ഡോക്ടറേറ്റിനും ഒക്കെ വില കൊടുക്കുന്നതായിരിക്കുന്ന പല അനുഭവങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയയുടെ ഒരു താഴ്ചയിലേക്ക് വീണുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദാം, നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പല ഒളിച്ചിരിക്കലുകാരെയും
നമുക്ക് ആത്മീയ കോളത്ത് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 30 വാക്യത്തില് യേശു പറഞ്ഞു, ഈ പട്ടണങ്ങളിൽ ചെന്ന്, വീതികളിൽ ചെന്ന്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് സുവിശേഷം അറിയിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 19:30. കുറച്ചുകൂടി വ്യാപകമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായം, മാർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 15 വാക്യത്തില് നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കുമെന്നാണ് വചനം പറയുന്നത്. ഞാൻ ഓർക്കുകയാണ്, നട്ടുച്ച സമയത്ത് കർത്താവ് സമറിയക്കാരിയോട് ചെന്ന് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി സുവിശേഷം അറിയിച്ചപ്പോൾ അവളൊരു വ്യക്തിയാണ് ആദ്യമായിട്ട് രൂപാന്തരപ്പെട്ടത്. പക്ഷെ ആ വ്യക്തി രൂപാന്തരപ്പെട്ടപ്പോൾ അവൾ വഴി ഒരു ഗ്രാമം മുഴുവൻ രൂപാന്തരപ്പെടുവാനിടയിൽ. ഒരു വ്യക്തിയോട് മാത്രം പ്രസംഗിച്ചാലും അതിന് അനന്തരഫലം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? പരസ്യയോഗങ്ങളിൽ നിന്ന് മണിക്കൂറുകൾ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എനിക്കറിയാം. അതേ ഇന്നില്ല കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയി. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. അക്ഷരാഭ്യാസമില്ലാത്ത, ഒരു വിദ്യാഭ്യാസമില്ലാത്ത തൻ്റെ ഒരു കൂട്ടുകാരൻ യേശു ദൈവമാണെന്ന് കൂടെ കൂടെ വഴിയരികിൽ വെച്ചു റോഡിൽ നടക്കുമ്പോൾ ഒക്കെയും തന്നോട് പറയുമായിരുന്നു. അങ്ങനെ താൻ കുറെ മറുചോദ്യങ്ങൾ തൻ്റെ കൂടെ പഠിച്ച ഈ കുട്ടിയോട് ചോദിക്കുമായിരുന്നു. അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. കാര്യമായൊരു വചന പണ്ഡിതനെ പോലെ സംസാരിക്കാനും അറിഞ്ഞുകൂടാ. ഞങ്ങളോട് കാര്യം പറയട്ടെ, അദ്ദേഹത്തിന്റെ തുടർമാനമായ ചോദ്യം, യേശു ദൈവമാണോ എന്ന ചോദ്യം, അദ്ദേഹത്തെ കൂടുതൽ വചനം പഠിക്കുവാനിടയിൽ. അപ്പോൾ ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ചും കൂടി ഒരു പണി ചെയ്യും, ബൈബിളൊന്ന് വായിക്കുക, അപ്പൊ മനസ്സിലാക്കാൻ കഴിയും യേശു ആരാണ്. തുടർമാനമായ ചോദ്യത്തിന്റെ ഉത്തരമാണ് തന്നെ ബൈബിൾ വായിക്കുവാൻ പ്രേരിപ്പിച്ചത്. ബൈബിൾ വായിച്ച നിമിത്തമാണ് തന്നെ യേശു ആരാണെന്ന് മനസ്സിലാക്കിയത്. യാതൊരു അത്ഭുതത്താലോ അടയാളത്താലോ ഒന്നുമല്ല താൻ കേരളത്തിൽ ഒരു പ്രശസ്തനായ തിരുവഴുത്തിനെ ആധികാരികമായി സംസാരിക്കുന്ന ഒരു സുവിശേഷ പ്രസംഗകനായി. തൻ്റെ ജീവിതം വഴി അനേകർ സുവിശേഷ വേലയ്ക്ക് തീരുമാനമെടുത്തതായി എനിക്കറിയാം. അദ്ദേഹം 2.5 മണിക്കൂർ കൊല്ലൂർ ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ 10 കിലോ അരിയുമായിട്ട് കടയിൽ പോയി തിരിച്ചു വരുന്നൊരു വ്യക്തി അരി നിലത്ത് വെക്കാതെ 2.5 മണിക്കൂർ നിന്ന് പ്രസംഗം കേൾക്കുവാനിടയായത് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവമാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, വീട്ടിലുള്ളവരുടെ അടുത്ത് എന്ന് പറയണം, പട്ടണത്തിൽ ചെല്ലണം, വീതികളിൽ ചെല്ലണം, എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം, ഭൂലോകത്തിലൊക്കെയും പോയി പ്രസംഗിക്കണം. ഇനി ഇത് ആരുടെയൊക്കെ മാതൃകയാണ്? ആദിമസഭയുടെ മാതൃകയാണ്. അപ്പസ്തോലന്മാർ മാത്രമല്ല, എല്ലാ ക്രിസ്ത്യാനികളും അത് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 8-ാം അധ്യായം 1-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും തങ്ങൾ ചെന്നിടത്തൊക്കെയും സുവിശേഷം അറിയിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പസ്തോല പ്രവൃത്തി 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ സിനഗോഗിൽ മാത്രമല്ല, പാപി എവിടെയുണ്ടോ അവിടെയൊക്കെ സുവിശേഷം അറിയിച്ച ഇതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പാപിയെ പിടിക്കുന്നവനാക്കും. രക്ഷാനായകനായിരിക്കുന്ന, പാപമോചകനായിരിക്കുന്ന, സൗഖ്യം നൽകുന്നവനായിരിക്കുന്ന, നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നവനായിരിക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന നീതിമാന്മാരെയല്ല, പാപികളെയാണ്. അതുകൊണ്ട് പാപികളെ തേടുവാനുള്ള ഒരു കോളിംഗ് ആണ് ഒരു സുവിശേഷകന്, ഒരു അപ്പസ്തോലന്
ഒരു ദൈവദാസന് കർത്താവ് കൊടുത്തിരിക്കുന്നത്. ഇനി ആത്മരക്ഷയ്ക്ക് വേണ്ടി, ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി നാം പരിശ്രമിക്കണം. അതിന് ഒരു വലിയ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. അതിനെ തള്ളിക്കളയുന്നില്ല. വിശുദ്ധനായ പൗലോസ് റോമാലേഖനം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ച. അദ്ദേഹം പറയുന്നു, ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യനിടയ്ക്ക് മധ്യസ്ഥനായ ഒരുവനേ ഉള്ളൂ. സകലം രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. സകലം രക്ഷിക്കപ്പെടണമെങ്കിൽ സകല സ്ഥലത്ത് സുവിശേഷം അറിയിക്കണം. ഒരാളായാലും 10 ആളായാലും 100 ആളായാലും വലിയൊരു ജനസംഖ്യയാണെങ്കിലും ദൈവത്തിന് മാറ്റമില്ല. 100 ആടുകളിൽ ഒരാട് തെറ്റിപ്പോയാലും ആടിന് വില കൽപ്പിക്കുന്ന കർത്താവ് നമ്മോട് സുവിശേഷം അറിയിക്കാൻ ചുമതലപ്പെടുത്തിയാണ്. ഇനി മാത്രമല്ല, ആ അഗാധമായൊരു സമർപ്പണം ഉള്ള വ്യക്തിക്കാണ് സുവിശേഷത്തിൽ പോരാടാൻ ശക്തിയുള്ളൂ. ഫിലിപ്പിലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അഗാധമായ ഒരു സമർപ്പണം ആവശ്യമുണ്ട്. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, സ്ഥാനവും മാനവും വർദ്ധിക്കുമ്പോൾ, പണം എണ്ണുവാനായിട്ട് മെഷീനുകളുടെ ആവശ്യമാകുന്ന സന്ദർഭത്തിൽ പലർക്കും ചെറിയ നാണയത്തൊട്ടുകളെയും വില കുറഞ്ഞ നോട്ടുകളെയും വില കുറഞ്ഞതായി തോന്നും. എന്നാൽ അഗാധമായി സമർപ്പണമുള്ളവന് പണത്തിലേക്കല്ല നോട്ടം, സ്ഥാനമാനങ്ങളിലേക്കല്ല നോട്ടം. പിന്നെ എവിടേക്കാണ്? അഗാധമായ സമർപ്പണം, ദൈവത്തോടുള്ള സ്നേഹം, അതിലേക്കാ ശ്രദ്ധ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത്, സുവിശേഷ പ്രവർത്തനത്തെ ലഘൂകരിക്കുന്ന, അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ പരിഹസിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഗാധമായ സമർപ്പണത്തിൽ എവിടെയോ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിന് ത്യാഗപൂർണമായ ഒരു കൊടുക്കൽ ആവശ്യമാണ്. അവർ തങ്ങളുടെ വസ്തുവകകളെ കൊണ്ട് അവർ ശുശ്രൂഷ ചെയ്തു പോകുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 8-ന്റെ 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തും അങ്ങനെയാണെങ്കിൽ കർത്താവിനെ കുറിച്ച് അറിയാത്ത അനേക സ്ഥലങ്ങളിൽ എങ്ങനെ സുവിശേഷം അറിയിക്കാൻ സാധിക്കും? ഉത്തർപ്രദേശിൽ അനേക ഗ്രാമങ്ങളിൽ ഞാൻ പോയപ്പോൾ അവിടെ പ്രസംഗിക്കാൻ പ്രസംഗപീഠങ്ങളോ അവിടെ പ്രസംഗിക്കാൻ വർണ്ണമനോഹരമായ ഹാളുകളോ അവിടെ വിശ്വാസികളോ ഇല്ല. അവിടെ ഞങ്ങൾ പ്രസംഗിച്ചതൊക്കെയും യേശുവിനെ കുറിച്ച് ഇന്നു വരെ അറിയാത്ത സ്ഥലത്താണ്. എവിടെയാണ് പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ, ഒന്നല്ലെങ്കിൽ ഒരു മരച്ചുവട്ടിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളില്ലാത്ത, അല്ലെങ്കിൽ ആൾ വന്നു ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്ത്, കർത്താവിനെ കുറിച്ച് അറിയാത്ത സ്ഥലത്ത്. ഞാൻ ഉറപ്പായി പറയുന്നു, അനേകരെ ദൈവം സ്പർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്നും എനിക്ക് കൂടുതൽ വിവരിക്കാൻ കഴിയുകയില്ല. ഒരു കാര്യം എനിക്കറിയാം, സുവിശേഷം അറിയിക്കുന്ന, പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന, ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും ശക്തിപ്പെടുത്തുന്ന ഘടകമെന്ന് പറയുന്നത് ആ ആത്മരക്ഷയുടെ ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വലിയ പരിശുദ്ധാത്മ നിറവും സന്തോഷവും സമാധാനവും. രക്ഷിക്കപ്പെട്ടവന് അതൊരു വലിയൊരു ചൈതന്യം ലഭിക്കും. എന്നാൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടവന് വെല്ലുവിളിക്കാനും കുറച്ചു കാണിക്കാനും ഉള്ള കാര്യത്തിൽ മടിപിടിച്ച് ഉറങ്ങാനും
ഒക്കെ ഇടയാവും. അവരുടെ പിന്നിൽ അവര് റവറന്റ് എന്നും ഡോക്ടറെന്നും അവർ വലിയ ആൾക്കാരെന്നും പറയുന്ന കുറച്ചു പേരുടെ ശീതളച്ചായയിൽ ഉറക്കം നടിച്ചു കിടക്കാൻ അവർക്ക് കഴിയും. എന്നാൽ കർത്താവ് പറയാണ്, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും, എങ്കിൽ കർത്താവ് നിന്റെ മേൽ പ്രകാശിക്കും. അതേ പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ പ്രകാശം ഒരു വ്യക്തിയുടെ മേൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ, അത് അനേകർ കാണണമെങ്കിൽ ക്രിസ്തുവുള്ള ആദ്യ സ്നേഹത്തേക്ക് കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഒരു പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ആ പ്രതിഫലം? ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, ആകാശ മണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ജ്ഞാനിയായവൻ ആകാശമണ്ഡലത്തിലെ പ്രഭ. ആരാണ് ജ്ഞാനി? ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന് ഹിതം ചെയ്യാൻ നിൽക്കുന്നവർ. അവർ പലരെയും നീതിയിലേക്ക് തിരിക്കും. അങ്ങനെയുള്ള നക്ഷത്രത്തെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വ്യക്തി അഭിമുഖ സംഭാഷണത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഭാരതീയ സുവിശേഷീകരണത്തിന്റെ അസാധ്യത നിങ്ങൾ തള്ളിക്കളയരുത്. സമയത്തും അസമയത്തും ഒരുങ്ങി നിന്ന് കർത്താവ് ആരെന്ന് പറയുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഇത്തരം വാക്കുകളാൽ തെറ്റിദ്ധാരണയും അതുപോലെ നിഗളഭാവവും പ്രകടിപ്പിച്ചവർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന് ദീപശിഖ തെളിയിക്കുവാൻ, പരസ്യയോഗങ്ങൾ നടത്തുവാൻ, ലഘുലേഖകൾ വിതരണം ചെയ്യുവാൻ, സുവിശേഷത്തിന്റെ യാത്രകൾ നടത്തുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.